പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ലേസർ പ്രിന്ററായ കനോൺ LBP6230dn എന്ന പ്രിന്ററിൽ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ മോഡൽ പ്രിൻ്റർ പല ആളുകളും ഓഫീസ് പർപ്പസിലൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് വല്ല കോൺഫിഡൻഷ്യൽ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഒരു വാട്ടർമാർക്കായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നോർമലി ഇങ്ങനെ ആയിരിക്കും പ്രിൻ്റ് ഔട്ട് ഉണ്ടാവുക. ആ പ്രിൻ്റ് ഔട്ട് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് സെൻറ്ററിൽ ഇതേപോലെ ഒരു വാട്ടർമാർക്കായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അതിന് ഞാൻ സാമ്പിളായിട്ട് ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തു. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മുകളിൽ ഈ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിൻ്ററിൻ്റെ ഏകദേശം പ്രോപ്പർട്ടീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷന് പേജ് സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. അത് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ടർമാർക്ക് എന്നുള്ളൊരു ഓപ്ഷന്. അത് ജസ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒഫീഷ്യലായിട്ട് കാണാൻ സാധിക്കും കോൺഫിഡൻഷ്യൽ എന്നുള്ളത്. നിങ്ങൾ പ്രിൻ്റ് ഔട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺഫിഡൻഷ്യൽ എന്നായിരിക്കും നിങ്ങൾ പ്രിൻ്റ് ഔട്ടിൽ വരിക. ഇവിടെ അതേപോലെ പല ഓപ്ഷൻസും പല പേരുകളും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മറിച്ച് നിങ്ങൾക്ക് പുതിയൊരു പേരാണ് അവിടെ വാട്ടർമാർക്കായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്ന ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അവിടെ നമുക്ക് ആദ്യം ഇവിടെ എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ ചാനലിൻ്റെ പേരാണ് കൊടുക്കുന്നത്, BNK ടെക്നോളജീസ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നു. അത് ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം താഴെ ഈ ടെക്സ്റ്റിലാണ് നമുക്ക് വേണ്ട കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ഏത് ഫോർമാറ്റ് ഏത് ഫോണ്ടാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നോർമൽ എല്ലാവരും ഏരിയയിലാണ് ഉപയോഗിക്കുന്നത്. ഞാനതിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപോലെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് അവിടെ കാണാനും സാധിക്കുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഏകദേശം സൈസ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് സ്റ്റൈലാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സാധാരണ എല്ലാവരും റെഗുലറാണ് കൊടുക്കൽ. പിന്നെ കളറ്, പക്ഷേ ഈ മോഡൽ പ്രിൻ്ററിന് ഓൺലി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ വരികയുള്ളൂ. എന്നിട്ട് അത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് വീണ്ടും സെലക്ട് ചെയ്യുക. പ്രിൻറ്റിൻ്റെ കമാൻഡായിട്ടുള്ള ഓക്കെ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻ്റ് ഔട്ട് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, അതേ പേരിൽ വന്നിട്ടുണ്ട്. ഇത് 2 സൈഡ് പ്രിൻറ്റിൻ്റെ എൻ്റെ ഡോക്യുമെൻറ്റ് ചെറിയൊരു അലൈൻമെൻറ്റ് വ്യത്യാസമുള്ളത് കൊണ്ടാണ് 2 സൈഡും പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.